മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തൊഴിൽപ്പാടം ഗവൺമെന്റ് LP സ്കൂളിലെ സ്റ്റുഡൻസ് ഡിസിപ്ലിൻ കാഡറ്റ് 2026-27 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും പരേഡ് പരിശീലനവും സംഘടിപ്പിച്ചു. കേരള പോലീസ് അക്കാദമിയിൽ നിന്നും വിരമിച്ച MA മുഹമ്മദ് ബഷീർ സബ് ഇൻസ്പെക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ മൂല്യബോധവും അച്ചടക്കവും വളർത്താൻ സിലബസിനപ്പുറത്തേക്കുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകമാകുമെന്നും അതിനായി അധ്യാപകർ നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MA മുഹമ്മദ് ബഷീർ പറഞ്ഞു. യൂണിറ്റ് കോർഡിനേറ്റർ CH മുഹമ്മദ് റഷീദ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് പ്രധാനാധ്യാപകൻ ജിതേഷ് ബിനുജി അധ്യക്ഷത വഹിച്ചു. 32 വർഷത്തെ പോലീസ് സേനയിൽ സ്തുത്യർഹ സേവനത്തിന് മുഹമ്മദ് ബഷീറിനെ STC യൂണിറ്റ് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് ഷെരീഫ് AP യൂണിറ്റിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് വേദിയിൽ അമ്മ വായന, വായനാ മത്സരങ്ങൾ, ഇവയുടെ വിജയികൾക്കുള്ള അനുമോദനം എന്നിവയും നടന്നു. STC കോർഡിനേറ്റർ ജ്യോതി KD നന്ദിയും പറഞ്ഞു. സ്കൂൾ ഡിസിപ്ലിൻ കാഡറ്റുകളുടെ സംവിധാനം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ ഇവിടുത്തെ അധ്യാപകര് നിങ്ങളെ 1ാം ക്ലാസ്സിൽ ഇവിടെ ചേർത്തി, അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ 2 ക്ലാസ്സിൽ ചേർത്തി, 4ാം ക്ലാസ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മൾ കൊണ്ടുപോട്ടെ എന്നവർ കരുതുന്നില്ല. ന്യൂസ് ഡെസ്ക് CCV.